Good morning, students. നമ്മളെ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാല് ജീവകങ്ങളും നമ്മുടെ വിറ്റമിൻസ് ഇല്ലേ, വിറ്റമിൻസിന് മലയാളത്തിൽ പറയുന്നതാണ് ജീവകങ്ങൾ എന്ന് കേട്ടോ. അപ്പോ പക്ഷെ നമ്മൾ PSC എന്താണ് ചിലപ്പോൾ വിറ്റമിൻസ് എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക, ചിലപ്പോൾ ജീവകങ്ങൾ എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ എന്താണ് ജീവകങ്ങൾ എന്ന് പറയുന്നത് വിറ്റമിൻസ് ആണെന്ന് അറിയാത്തവര് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ജീവകങ്ങൾ മീൻസ് വിറ്റമിൻസ് എന്നാണ് കേട്ടോ അർത്ഥം. അപ്പൊ ഈ ജീവകങ്ങളുടെ കുറവ് മൂലം ഉണ്ടാവുന്ന കുറെ രോഗങ്ങളും നമുക്കുണ്ട്. അതായത് ഒരുപാട് വിറ്റമിൻസ് ഉണ്ടല്ലോ, വിറ്റമിൻ എ, വിറ്റമിൻ സി, വിറ്റമിൻ ഡി, വിറ്റമിൻ ഇ, വിറ്റമിൻ കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിറ്റമിൻസ് നമുക്ക് നമ്മുടെ ശരീരത്തുണ്ടല്ലോ. നമ്മുടെ ശരീരത്തുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിറ്റമിൻസ് ആണിത്. അപ്പൊ അതിന്റെ കുറവ് മൂലം നമുക്ക് എന്താ പല രോഗങ്ങളും വന്നു ചേരലുണ്ട്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണ രീതി അല്ലാത്തത് കൊണ്ടും അതായത് ചിലതിന്റെ ഒക്കെ ഡെഫിഷ്യൻസി കാരണം, അതായത് കുറവ് കാരണം, ചില ഭക്ഷണ പദാർത്ഥങ്ങളുടെ കുറവൊക്കെ കാരണം നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ അനീമിയ, വിളർച്ച എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ വിറ്റമിൻസിന്റെ എന്താണ് അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ജീവകങ്ങളെ പറ്റി തന്നെയാണ് കേട്ടോ. ജീവകങ്ങൾ എന്താണ്? ജീവകങ്ങൾ അതാണ് ആദ്യം പഠിക്കാനുള്ളത്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കുന്ന ജീവകങ്ങൾ എന്ന് പറയുന്നത്, പച്ചക്കറികൾ എന്ന് പറയുന്നത്. ജീവകങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ഫെഡറിക് ഹോഫ്കിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ് ജീവകങ്ങൾ കണ്ടെത്തിയത്? നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഇങ്ങനെ വിറ്റമിൻസ് ഉണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ്? ഫെഡറിക് ഹോഫ്കിൻ എന്ന് പറയുന്ന ആളാണ് കേട്ടോ, ശാസ്ത്രജ്ഞനാണ്. ജീവകങ്ങൾക്ക് പേര് നൽകിയത് ആരാണ്? കാസിമർ ഫങ്ക്. അതായത് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന പേരുകൾ വിറ്റമിൻ എ, വിറ്റമിൻ സി, വിറ്റമിൻ ഡി എന്നൊക്കെ പറഞ്ഞ പേരുകൾ നൽകിയത് ആരാണ്? കാസിമർ ഫങ്ക് എന്ന് പറയുന്ന ആളാണ്. ഈ ഫെഡറിക് ഹോഫ്കിനും കാസിമർ ഫങ്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുന്നുട്ടോ. ജീവകങ്ങൾ കണ്ടെത്തിയത് ഫെഡറിക് ഹോഫ്കിൻ ആണ്, പക്ഷെ ജീവകങ്ങൾക്ക് പേര് നൽകിയത് കാസിമർ ഫങ്ക് ആണ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. രണ്ടും ഒരാളല്ല ചെയ്തിട്ടുള്ളത് കേട്ടോ. ജലത്തിൽ ലയിക്കുന്നവ, എന്താണ്, കൊഴുപ്പിൽ ലയിക്കുന്നവ എന്ന് ജീവകങ്ങളെ രണ്ടായി തിരിക്കുന്നു. അതായത് ജലത്തിന്റെ ഉള്ളിൽ, അതായത് വെള്ളത്തിന്റെ ഉള്ളിൽ ലയിക്കുന്നവയും അതുപോലെ കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, കുഴഞ്ഞി അങ്ങനെ കൊഴുപ്പിൽ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കൊഴുപ്പിട്ട്, അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്നവ എന്ന് ജീവകങ്ങളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ജീവകം ബി, സി. ജീവകം ബിയും സിയും ആണ് എന്ത്? ജലത്തിൽ ലയിക്കുന്നവ എന്ന് പറയുന്നത് കേട്ടോ. ജീവകം ബി സി ആണ്. ബിസി നമ്മളിപ്പോ BUSY ബിസിക്ക് ഷോർട്ട് ഫോം ആയിട്ട് വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ബിസി, ഞാൻ ബിസി ആയിരുന്നു അങ്ങനെ പറയില്ലേ, ബിസി. അപ്പൊ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതാണ്? ബിസി ആണ്. ബിസി. അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളോ? കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതാണ്? ജീവകം ADEK. ഞാൻ ഇത് 2 തവണ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എന്താണ് മിസ്റ്റേക്ക് പറ്റിയതാ. അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതാണ്? ജീവകം ADEK. അങ്ങനെ തന്നെ പറയണേ, അല്ലെങ്കിൽ ADEK അങ്ങനെ പറക്കി പഠിക്കാതെ എന്താണ് ഒന്നിച്ചങ്ങോട്ട് പറയാ, ADEK. അപ്പൊ ജലത്തിൽ ലയിക്കുന്ന ജീവകം ബിസിയും കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ എന്താണ്? ADEKയും. ADEK ആണ്. അപ്പൊ ജലം ബിസി, കൊഴുപ്പ് ADEK. ഇനി അടുത്തത് ജീവകമേ. ഓരോ ജീവകങ്ങളും നമുക്ക് ഇനി എടുത്ത് പഠിക്കാം. നമ്മളിപ്പോ മുകളിൽ പറഞ്ഞ ഈ ജീവകങ്ങളൊക്കെ ഇല്ലേ, BCADEK, ഇതൊക്കെ നമ്മൾ എടുത്ത് പഠിക്കാൻ പോവാണ്. ഇവരൊക്കെ ആരാ? ഇവരൊക്കെ എന്താ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്? ഇവരെ കൊണ്ട് നമുക്ക് എന്ത് ഗുണങ്ങളാണ്? ഇവരില്ലാത്തതിന്റെ പേരിൽ നമുക്ക് എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മനുഷ്യ ശരീരത്തിൽ പ്രാകൃത കാണുന്ന ജീവകമാണ് ജീവകം A എന്ന് പറയുന്നത്. എന്ത്? മനുഷ്യ ശരീരത്തിൽ സാധാരണയായിട്ട് കാണുന്ന ജീവകമാണ് ജീവകം A എന്ന് പറയുന്നത്. ജീവകം Aയുടെ ശാസ്ത്രീയ നാമം എന്താണ്? റെറ്റിനോൾ. റെറ്റിനോൾ എന്നാണ് ജീവകം Aയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. പ്രോവൈറ്റമിൻ A എന്ന് അറിയപ്പെടുന്ന വർണ്ണവസ്തു അത് ഏതാണ്? കരോട്ടിൻ ആണ് കേട്ടോ. പ്രോവൈറ്റമിൻ A എന്ന് അറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? കരോട്ടിൻ. ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണവും എന്താണ്? കരോട്ടിൻ ആണ്. ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിൻ. കരോട്ടിൻ കണ്ടോ, അത് നല്ല സാമ്യം ഉണ്ടല്ലോ. അപ്പൊ ക്യാരറ്റിന് കാണുമ്പോൾ ഇനിയിപ്പോ നിങ്ങളുടെ മനസ്സിൽ ഓടി വരണം, ഇതിന്റെ ഓറഞ്ച് കളർ കിട്ടാൻ കാരണം കരോട്ടിൻ ആണ് എന്നുള്ളത് കേട്ടോ. അപ്പം മനുഷ്യ ശരീരത്തിൽ പ്രാകൃത കാണുന്ന ജീവകം ഏതാ? ജീവകം A ആണ്. ജീവകം Aയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ ആണ്.
പ്രൊവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? കരോട്ടിൻ ആണ്. ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണം ആരാണ്? കരോട്ടിൻ ആണ് കേട്ടോ. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ജീവകം എ സംഭരിക്കുന്നത്, അതായത് ജീവകം എ നമ്മൾ കഴിക്കുമ്പോൾ ഈ ജീവകം എ സംഭരിക്കുന്നത് എവിടെയാണ്? കരളിലാണ് കേട്ടോ. കരളിലാണ് ഈ ജീവകം എ പോയി കിടക്കുന്നത്. അപ്പൊ ജീവകം എ എന്താണ് സ്വീകരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ജീവകം എ സംഭരിക്കുന്നത് എവിടെയാണ്? കരളിലാണ്, നമ്മുടെ കരളിലാണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? ജീവകം എ ആണ്. അപ്പൊ ജീവകം എയുടെ അപര്യാപ്തത മൂലം, അതായത് ജീവകം എയുടെ കുറവ് മൂലം നമുക്ക് കണ്ണിന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചാല് അതേതാണ്? ജീവകം എ ആണ്. ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങൾ, അതായത് ജീവകം എ ഇല്ലാത്തതിന്റെ പേരിൽ വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? നിശാന്തത, സിറോഫ്താൽമിയ. ഈ രണ്ട് രോഗങ്ങളാണ് എന്ത്? ജീവകം എയുടെ അപര്യാപ്തത മൂലം നമുക്ക് ഉണ്ടാവുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? നിശാന്തതയും സിറോഫ്താൽമിയും. ജീവകം എ ധാരാളമായി കാണപ്പെടുന്നത് ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിലാണ്? ക്യാരറ്റ്, ചീര, പാൽ ഉൽപ്പന്നങ്ങൾ, കരൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കോഴിയുടെയോ അല്ലെങ്കിൽ ബീഫിന്റെ ഒക്കെ കരളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കോഴി, ബീഫ്, ആട്, അങ്ങനത്തെ എന്താണ് മൃഗങ്ങളുടെ ഒക്കെ കരള്. പയറില്ല, ചേമ്പില്ല, മുരിങ്ങയില്ല. അപ്പൊ ജീവിതമേ ധാരാളം കാണപ്പെടുന്നത് ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിലാണ്? ക്യാരറ്റ്, ചീര, പാൽ ഉൽപ്പന്നങ്ങൾ, കരള്, പയറില, ചേമ്പില, മുരിങ്ങയില. ഇതിലൊക്കെയാണ് ധാരാളമായിട്ട് കാണുന്നത്. അപ്പൊ നമുക്ക് ഇതിലൂടെ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ അറിയാൻ സാധിക്കുന്ന വേറൊരു കാര്യം കൊണ്ട്, ഇപ്പൊ നമ്മളിപ്പോ ഈ കഴിക്കുന്ന ഏതൊരു ഭക്ഷ്യവസ്തുവും ഇനി അങ്ങോട്ട് നമ്മൾ ഈ ചാപ്റ്റർ തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ദിവസം പാല് കുടിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ദിവസം ക്യാരറ്റ് തിന്നുന്നവരായിരിക്കാം, എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഈ ഇതിൽ കോമൺ ആയിട്ട് കഴിക്കുന്ന വസ്തുക്കളൊക്കെ തിന്നുന്നവരെ, ഈ കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള വസ്തുക്കളൊക്കെ തിന്നുന്നവരായിരിക്കാം. അപ്പൊ ഇത് തിന്നുമ്പോൾ ഇപ്പൊ നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ ഉണ്ടാവും, നമ്മൾ തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പാലിൽ നിന്ന് എനിക്ക് വിറ്റമിൻ എ കിട്ടുന്നുണ്ട്, ക്യാരറ്റിൽ നിന്ന് എനിക്ക് വിറ്റമിൻ എ കിട്ടുന്നുണ്ട്, പയറിലയിൽ നിന്ന് എനിക്ക് വിറ്റമിൻ എ കിട്ടുന്നുണ്ട്, അങ്ങനെ നമ്മുടെ മൈൻഡിൽ വരും. അപ്പൊ എന്താ, ഇത് പഠിക്കുന്നതിലൂടെ ഉപകാരപ്പെടുന്നത് എന്താണ്? ഇന്ന ഭക്ഷ്യവസ്തുവിൽ നിന്ന് ഇന്ന വിറ്റമിൻസ് കിട്ടുന്നുണ്ട് എന്നുള്ള അറിവും കൂടെ നമുക്ക് ലഭിക്കണം. നമ്മുടെ ജീവിതത്തിലും കൂടെ നമുക്കത് പ്രയോജനപ്പെടുകയാണ്. അപ്പൊ അതും കൂടെ അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞു, PSCക്ക് വേണ്ടി പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടി അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്താ, നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അറിവ് നേടുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം പഠിക്കുന്നതെന്നുള്ളൊരു മെന്റാലിറ്റിയോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമാണ്. അല്ലാതെ നിങ്ങൾ സ്ട്രെസ് മൈൻഡോട് കൂടിയിട്ട് അയ്യോ എനിക്ക് ജോലി കിട്ടണമല്ലോ, അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ തലയിൽ അത് നിൽക്കൂല. കാരണം സ്ട്രെസ്ഫുൾ മൈൻഡിലും അസ്വസ്ഥമായിട്ടുള്ള മൈൻഡുകളിലും പഠിച്ചാൽ ഒന്നും കേറില്ല. അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊരു അറിവാണ് എന്നുള്ള നിലയ്ക്ക് വേണ്ടിയിട്ട് വേണം അത് പഠിക്കാൻ കേട്ടോ. ഇപ്പൊ ജീവിതമേ ധാരാളം കാണപ്പെടുന്നത് എവിടെയാണ്? ക്യാരറ്റ്, ചീര, പാൽ ഉൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില്ല, മുരിങ്ങയില. ഈ ഭക്ഷ്യവസ്തുക്കളിലൊക്കെയാണ് ജീവകം എ ധാരാളമായിട്ട് കാണപ്പെടുന്നത്. ജീവകം എ കണ്ടെത്തിയത് ആരാണ്? മാർഗരറ്റ് ഡേവിസ്, പിന്നെ എൽമർ മാൻകുലു. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് എന്ത് ജീവകം എ കണ്ടെത്തിയത്. ജീവകം എ കണ്ടെത്തിയ ആൾക്കാരൊക്കെയാണ്? മാർഗരറ്റ് ഡേവിസും എൽമർ മാൻകുലു. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കൺഫ്യൂഷൻ വരും. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞല്ലോ ജീവകങ്ങൾ കണ്ടെത്തിയത് ഫെഡറിക് ഹോഫ്കിൻ ആണെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഫെഡറിക് ഹോഫ്കിൻ ആവില്ലേ അപ്പോ ജീവകം എയും കണ്ടെത്തിയത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തായാലും PSC അവിടെ കൊണ്ടുപോയിട്ട് ആരെ ഇടും? ജീവകം എ കണ്ടെത്തിയവരുടെ കൂട്ടത്തിൽ ആരെ കൊണ്ടുപോയിടും? ഈ ഫെഡറിക് ഹോഫ്കിനെയും പിന്നെ ജീവകങ്ങൾക്ക് പേര് നൽകിയ കാസിമർ പങ്കിനെയും എന്തായാലും കൊണ്ടിടും. അപ്പൊ എന്താ, ഒരു കൺഫ്യൂഷൻ ഫാക്ട് ആകുക തന്നെ ചെയ്യല്ലേ അവിടെ. ജീവകം കണ്ടെത്തിയതും ഫെഡറിക് ഹോഫ്കിൻ ആണെന്ന് പഠിച്ചു, ജീവകങ്ങൾക്ക് പേര് നൽകിയതും കാസിമർ പങ്ക് ആണെന്നും പഠിച്ചു. പക്ഷെ ഇപ്പൊ ജീവകം എ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ പറയുന്നു മാർഗരറ്റ് ഡേവിസും എൽമർ മാൻകുലുവുമാണ് ജീവകം എ കണ്ടെത്തിയത് എന്നുള്ളൊരു കൺഫ്യൂഷൻ. അതെന്താണെന്നറിയോ? ജീവകങ്ങൾ കണ്ടെത്തിയത്, അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഇങ്ങനെ പല ജീവകങ്ങളും ഉണ്ട് എന്ന് കണ്ടെത്തിയത് ആരാണ്? അത് ഫെഡറിക് ഹോഫ്കിൻ ആണ്. പക്ഷെ ഈ ജീവകങ്ങൾക്ക് പേര് നൽകിയത് ആരാണ്? ഇങ്ങനെ പല ജീവകങ്ങളും ഉണ്ട്, അപ്പൊ ആ ജീവകങ്ങൾക്ക് വിറ്റമിൻസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് വിറ്റമിൻ എ, വിറ്റമിൻ ഡി, വിറ്റമിൻ ഡി എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ പേര് നൽകിയത് ആരാണ്? ഈ കാസിമർ പങ്ക് ആണെന്നുള്ളത്. അല്ലാതെ മൂപ്പര് എന്താ ചെയ്തിട്ടുള്ളത്? എന്താണ് കാസിമർ പങ്ക് ഫെഡറിക് ഹോഫ്കിനും
ഈ ജീവകങ്ങള് ഓരോന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ഇവർ കണ്ടെത്തിയിട്ടില്ല. മനസ്സിലായത്? ജീവകം എ കണ്ടെത്തിയിട്ടില്ല, ജീവകം ബി കണ്ടെത്തില്ല. ജീവകങ്ങൾ ഉണ്ട് എന്ന് ഫെഡറിക് ഹോഫ്കിൻ കണ്ടെത്തി. ജീവകങ്ങൾക്ക് ഇന്ന ഇന്ന പേരുകൾ കൊടുക്കാമെന്ന് കാസ്മർ പങ്ക് പറഞ്ഞു. പക്ഷെ ഓരോ ജീവകങ്ങളും കണ്ടെത്തിയതിന്റെ പിന്നിൽ ഓരോ ആൾക്കാരുണ്ട്. അപ്പൊ ജീവകം എ കണ്ടെത്തിയവരാരൊക്കെയാണ്? ഇങ്ങനെ ഒരു ജീവകം ഉണ്ട് നമ്മുടെ ശരീരത്തിൽ കണ്ടെത്തിയ ആൾക്കാരാണ് മാഗ്രറ്റ് ഡേവിസും എൽമർ മാൻകുലോട്ടോ. അപ്പൊ അതൊക്കെ ഒരു കൺഫ്യൂഷൻ ഫാക്ടർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് എടുത്തെടുത്ത് വീണ്ടും പറഞ്ഞു തന്നത്. അപ്പോ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക, ജീവകം എ കണ്ടെത്തിയത് എന്താ ഫെഡറിക് ഹോഫ്കിനോ കാസ്മർ പങ്കോ അല്ല. അവരെന്താ ചെയ്തത്? കണ്ടെത്തുകയും പേര് നൽകിയവരുമാണ് അവര് രണ്ടുപേരും. എന്നാൽ ഈ ജീവകം എ എന്ന് പറഞ്ഞ ജീവകം സെപ്പറേറ്റഡ് ആയിട്ട് കണ്ടെത്തിയ ആൾക്കാർ ആരൊക്കെയാണ്? മാഗ്രറ്റ് ഡേവിസും എൽമർ മാൻകുലോവും. അപ്പോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി ജീവകം ഡി എന്താണ്? ജീവകം ഡി എന്ന് നമുക്ക് നോക്കാം. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിപ്പറോൾ എന്നാണ്. അപ്പൊ ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കാൽസിപ്പറോൾ. കാൽസിപ്പറോൾ എന്നാണ് ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം. ജീവകം ഡിയുടെ അപരനാമം, അതായത് പൊതുവെ അറിയപ്പെടുന്നത് സൺഷൈൻ വൈറ്റമിൻ എന്നാണ്. ജീവകം ഡിയുടെ അപരനാമം എന്ന് പറയുന്നത് സൺഷൈൻ വൈറ്റമിൻ എന്നാണ്. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകമാണ് ജീവകം ഡി. അപ്പൊ ഈ ജീവകം ഡി എന്ന് പറയുന്ന സാധനം നമുക്ക് ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നതല്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇതിൽ നിന്നാണ് നമുക്കിത് ലഭിക്കുന്നത്? അതിന് താഴെ പറയുന്നുണ്ട്. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. അപ്പൊ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യം ആയിട്ടുള്ള ജീവകം ഡി ആണ് കേട്ടോ. നമ്മുടെ എല്ലും പല്ലും ദൃഢമായിട്ട് നിൽക്കണമെങ്കിൽ അതിനാവശ്യമുള്ള ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം, അതായത് ജീവകം ഡി കാരണം ഡിയുടെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണ്? കണ എന്നാണ് മലയാളത്തിലെ, ഇംഗ്ലീഷിന് റിക്ടെക്സ് എന്ന് പറയും കേട്ടോ. അപ്പം ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം റിക്ടെക്സ്. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗീരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് പിന്നെ ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗീരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. അതായത് ജീവകം ഡി ആണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ. ചിലയിടത്ത് നിങ്ങൾ വിറ്റമിൻസ് എന്ന് കാണും, ചിലയിടത്ത് നിങ്ങൾ എന്താ ജീവകം എന്ന് കാണും. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്, ജീവകം ഡി ആണ്. ജീവകം ഡി ധാരാളമായി കാണപ്പെടുന്നത് ഏതിലാണ്? മത്സ്യ എണ്ണയിലാണ്. നമ്മൾ കഴിക്കുന്ന മത്സ്യത്തിന്റെ എണ്ണകളിൽ നിന്നാണ്. അത് സെപ്പറേറ്റഡ് ആയിട്ട് മത്സ്യ എണ്ണ ഉണ്ടല്ലോ, ഇപ്പൊ സീക്കോഡ് എന്നൊക്കെ പറഞ്ഞ ഗുളികയൊക്കെ മത്സ്യ എണ്ണ കൊണ്ട് നിർമ്മിച്ചതാണ് എന്നാണ് പറയുന്നത്. ജീവകം ഡി നൽകുന്നതാണ്. അതായത് ഭക്ഷ്യവസ്തുക്കളിൽ നിന്നല്ല ഈ സംഭവം കിട്ടുന്നത്. ഇതേപോലുള്ള എന്തെങ്കിലും ക്യാപ്സ്യൂൾ ഐറ്റംസ് അങ്ങനത്തെ പലതിനൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ആ ഒരു തരത്തില് പിന്നെ നമ്മൾ കഴിക്കുന്ന മത്സ്യത്തിന്റെ എണ്ണകളിൽ നിന്നും ഒക്കെ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം ജീവകം ഡി ധാരാളമായി കാണപ്പെടുന്നത് മത്സ്യ എണ്ണയിലാണ്. ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ് എന്താണ്? എർക്കോസ്റ്റിറോൾ ആണ് ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ജീവകം ഡിയെ പറ്റിയിട്ടുള്ള പ്രധാന പോയിന്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പിടികിട്ടി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ജീവകം ഡി പ്രധാനമായും ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതാണ്? പാൽ ഉൽപ്പന്നങ്ങൾ. അപ്പൊ ജീവകം ഡി ലഭിക്കുന്നത് ഒന്ന് മത്സ്യ എണ്ണയിൽ ധാരാളമായിട്ടുണ്ടാവും, പിന്നെ ഒന്ന് എവിടെയാണ്? പാൽ ഉൽപ്പന്നങ്ങളിൽ ഉണ്ടാവും. അങ്ങനെ രണ്ടിടങ്ങളിൽ നിന്നാണ് ഈ ജീവകം ഡി ലഭിക്കുന്നത്. അതായത് അത് മീൻസ് എന്താ, നമ്മൾ തിന്നുന്ന പച്ചക്കറികളോ ഫ്രൂട്ട്സിൽ നിന്നോ അല്ല. ഇങ്ങനത്തെ ഈ കൊഴുപ്പുള്ള അതാണ് കൊഴുപ്പും പിന്നെ ഈ കൊഴുപ്പടങ്ങിയതല്ല, ഈ പറഞ്ഞ പോലെ ഈ എണ്ണയിൽ നിന്നും പിന്നെ ഈ പാലിൽ നിന്നും, ഇതൊക്കെ നമ്മൾ കുടിക്കുന്ന സാധനങ്ങളാണല്ലോ, അല്ല ചവച്ചരിച്ച് തിന്നുന്ന സാധനങ്ങളല്ലല്ലോ. അങ്ങനെയുള്ള ഐറ്റംസുകളിൽ നിന്നിട്ടാണ് ഈ ജീവകം ഡി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്താണ് നേരത്തെ പറഞ്ഞത്, ജീവകം പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകമാണ് ജീവകം ഡി എന്ന് പറയാനുണ്ടായ കാരണം കേട്ടോ. സോ പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകം ഏതാണ്? ജീവകം ഡി. പക്ഷെ ജീവകം ഡി ലഭിക്കുന്നത് ഏതിൽ നിന്നൊക്കെയാണ്? മത്സ്യ എണ്ണയിൽ നിന്നും പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നുമൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ലഭിക്കുന്നത്. അടുത്തത് ജീവകം ഇ. ജീവകം ഇ എന്താണ്? ജീവിതം നാളെ സോറി കേട്ടോ, ജീവകം നാളെ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഞാനത് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ജീവകം ഇയുടെ
ശാസ്ത്രീയ നാമം എന്താണ്? ടോക്കോഫിറോൾ. ടോക്കോഫിറോൾ എന്നാണ് ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം. ഒരു മിനിറ്റ്, ഇപ്പൊ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഒന്ന് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു അത് പ്രിന്റഡ് മിസ്റ്റേക്ക് ആണടാ. അപ്പം സോറി, ശ്രദ്ധിക്കാതെ പോയതാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ എന്താണ് വേഗം വേഗം ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോകുമ്പോഴേ ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ടോക്കോഫിറോൾ. ടോക്കോഫിറോൾ എന്നാണ് ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ജീവകം ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ജീവകം ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വന്ധ്യത. വന്ധ്യതയാണ് ജീവകം ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ സംരക്ഷകൻ, ഹൃദയത്തില് എന്താണ് ഏത് വൈറ്റമിൻ ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ജീവകം ഇ ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. ഞാൻ ക്ലോസ് ചെയ്യണേ. ഓക്കെ, അപ്പം ജീവകം ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫിറോൾ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ജീവകം ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വന്ധ്യത. വിറ്റമിൻ എന്താണ് ഈ ക്യാപ്സൂൾസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഒരു പച്ച കളറിലുള്ള ഒരു ഗുളിക, നമ്മുടെ ഈ ആവി പിടിക്കുന്ന എന്താണ് ആ ഒരു ഗുളികയില്ലേ, അതിന്റെയൊക്കെ എന്താണ് നിറത്തിലാണ് ഈ സംഭവം ഇരിക്കുന്നത്, ഒരു പച്ച കളറിലുള്ള ഗുളിക. ഇതാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ആണിത്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ജീവകം ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വന്ധ്യത. വന്ധ്യതയാണ് ജീവകം ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ. അപ്പൊ നമ്മുടെ എന്താണ് ഹൃദയത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. അപ്പൊ മുട്ടയുടെ മഞ്ഞയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ജീവകം ഇ ആണ്. അപ്പൊ മുട്ട കഴിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് നല്ലതാണ് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും, നമ്മുടെ ശരീരത്തിലെ നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന്, അവരെ ആരോഗ്യവാന്മാരാക്കി നിർത്താൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ജീവകവും ഏതാണ്? ജീവകം ഇ ആണ്. ജീവകം ഇ പ്രധാനമായി ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്ന്, അതായത് സസ്യ എണ്ണകൾ എന്ന് വെച്ചാൽ ചെടികളുടെ രൂപത്തിലുള്ള അങ്ങനത്തെ എണ്ണകളിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ടും ജീവകം ഇ പ്രധാനമായിട്ടും ലഭിക്കുന്നത്. പക്ഷെ മുട്ട കഴിച്ചാലും ആരോഗ്യത്തിന്, അതായത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഇതിനൊക്കെ വളരെ നല്ലതാണ് മുട്ട എന്ന് പറയുന്നത്, കാരണം അതിൽ ജീവകം ഇ ഉണ്ടായതുകൊണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ജീവകം ഇയെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്ത നമുക്ക് ജീവകം കെ എന്താണെന്ന് നോക്കാം. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം എന്താ? കെയുടെ ശാസ്ത്രീയ നാമം, ജീവകം കെയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഫിലോക്യുനോൻ. കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം കെ. അപ്പൊ കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഏതാണ് വേണ്ടത്? ജീവകം കെ ആണ്. ഹൃദയത്തിന്റെ ആയിരുന്നെങ്കിൽ ഏതായിരുന്നു വേണ്ടിയിരുന്നത്? ജീവകം എന്താണ് ഏതാണ് ഇതാ ജീവകം ഇ ആയിരുന്നു വേണ്ടിയിരുന്നത്. ഹൃദയം ജീവകം ഇയും കരള് ജീവകം കെയുമാണ് കേട്ടോ, മാറിപ്പോവരുതേ. പിന്നെ ഈ ശാസ്ത്രീയ നാമങ്ങൾ പഠിച്ചു വെക്കണേ നിങ്ങൾ, കാരണം മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ പാർട്ടിയിൽ സംഭവം വരും. ഓരോന്നും ഇങ്ങനെ എന്റെ തെറ്റിച്ചു കൊടുക്കും, റൈറ്റ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എന്താണ് അത് ശ്രദ്ധിക്കുക. ഓരോന്നിന്റെ ശാസ്ത്രീയ നാമം കാണാപാഠം തറവായിട്ട് പഠിക്കാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് ഇട്ട് പഠിക്കാൻ പറ്റുമെങ്കിലോ ഒരു പാട്ട് രൂപേണ എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെങ്കിലോ ഒക്കെ അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഫിലോക്യുനോൻ എന്നാണ്. കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം കെ. ഹൃദയത്തിന്റെ ആണെങ്കിൽ ജീവകം ഇ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ജീവകം കെ ആണ്. തണുക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകവും ഏതാണ്? ജീവകം കെ ആണ്. അപ്പൊ ഈ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം എന്ന് പറയുന്നത്, നമുക്കിപ്പോ എന്തെങ്കിലും മുറിവൊക്കെ പറ്റുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ മുഖത്തൊരു കുരു വന്നിട്ട് അത് പൊട്ടിച്ചു, അതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ കേട്ടോ. കുരു വന്നിട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ പൾപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് കളയുമ്പോൾ അതിൽ പിന്നീട് ബ്ലഡ്
വന്ന് നിൽക്കുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ബ്ലഡ് കോട്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറച്ച് അവിടെ ഇങ്ങനെ നിൽക്കും. പിന്നെ ആ ബ്ലഡ് നമ്മളിങ്ങനെ അങ്ങോട്ട് തൂത്ത് കളയലാണ് ചെയ്യല്. അതായത് ആ ബ്ലഡ് അവിടെ വന്ന് ഉറക്കുകയാണ്. അപ്പൊ ആ ഉറക്കുന്നതിന് കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിൽ ജീവകം കെയുടെ അംശം ഉള്ളത് കൊണ്ടാണ് ആ ബ്ലഡ് അങ്ങനെ കോട്ടാവുന്നത്. ഇപ്പൊ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകവും ഏതാണ്? ജീവകം കെ ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജീവകം കെയുടെ അപര്യാപ്തത രോഗം ഹീമോഫീലിയ. അപ്പൊ ഹീമോഫീലിയ ആണ് ജീവകം കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് കേട്ടോ. ഹീമോഫീലിയ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 17-ാം തീയതിയാണ്. അപ്പൊ ഏപ്രിൽ 17-ാം തീയതി എന്താ? ഹീമോഫീലിയ ദിനമാണ്. കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ. അപ്പൊ നമ്മുടെ കുടലിനുള്ളിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യകരമായിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ട്. അപ്പൊ ഈ ബാക്ടീരിയ നിർമ്മിക്കുന്നത് ആരാണ്? ജീവകം കെ ആണ് കേട്ടോ. ഈ ബാക്ടീരിയകളെ നിർമ്മിക്കുന്നത് കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ ആണ്. ജീവകം കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതാ? കാബേജ്, ചീര, കോളിഫ്ലവർ. കാബേജിൽ നിന്നും ചീരയിൽ നിന്നും കോളിഫ്ലവറിൽ നിന്നുമാണ് ജീവകം കെ കൂടുതലായിട്ട് ലഭിക്കുന്നത്. അപ്പോ എന്താണ് ഇത് ശ്രദ്ധിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17-ാം തീയതിയാണ്. അത് ഉറപ്പിക്കുക കേട്ടോ. പിന്നെ കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം കെ. അപ്പൊ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളൊന്ന് ജസ്റ്റ് സങ്കല്പിച്ച് നോക്കിക്കേ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയാസ് പോലും നമ്മുടെ ദേഹത്തുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ കുടലില് ബാക്ടീരിയകള് എല്ലാവരും കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ ജീവകം കെ ഉണ്ടാക്കുന്നു നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ജീവകം കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കാബേജ്, ചീര, കോളിഫ്ലവർ. സോറി, കുറച്ച് മുന്നിലോട്ട് പോയി. ഇനി അടുത്ത ജീവകം ബി. ജീവകം ബി എന്ന് പറയുന്നത്, അതായത് ബാക്കിയുള്ള വൈറ്റമിൻസ് ഒക്കെ നമുക്ക് കുറെയൊക്കെ ഓർത്ത് വെക്കാം. കുറെയൊക്കെ നമുക്ക് കുറെയൊക്കെ നല്ല ഒരു പരിധി വരെ കൺഫ്യൂഷൻ പാർട്സ് അതിൽ വരില്ല. പക്ഷെ ഈ ജീവകം ബി തറവായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. ഇതായിരിക്കും ചോദിക്കും. അതായത് ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കുക. സിമ്പിൾ ഒന്നും ചോദിക്കത്തില്ല. ഈ സാധനം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് എന്ന് PSCക്ക് അറിയാം. എന്തായാലും അത് ചോദിക്കും. കാരണം ഇത് ഒന്നിൽ നിൽക്കുന്നില്ല. അതായത് B1 മുതൽ B12 വരെയൊക്കെ ഉണ്ട് ഈ ഒരു വിറ്റമിൻ ബി എന്ന് പറയുന്നത്. അപ്പൊ വിറ്റമിൻ ബി എന്ന് പറയുന്നത് ജീവകം ബി ചില്ലറക്കാരനല്ല. പുള്ളിക്കാരൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സംഭവങ്ങൾ തരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ ബി വിഭാഗത്തിലുള്ള വിറ്റമിൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ജീവകം B1 ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഏതാണ്? അരിയുടെ തവിട്. അപ്പൊ അരിയുടെ തവിടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ജീവകം ഏതാണ്? ജീവകം B1 എന്നാണ് കേട്ടോ. ജീവകം ബി എന്ന് മാത്രമല്ല പഠിക്കേണ്ടത്, B1 എന്ന് പഠിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് പല കാറ്റഗറി ഉണ്ട്. അപ്പൊ അതായത് വിറ്റമിൻ B1 മുതൽ വിറ്റമിൻ B12 വരെ പല രീതിയിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് B1 എന്ന് തന്നെ പഠിക്കുക. ജീവകം B1 ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഏതാണ്? അരിയുടെ തവിടാണ്. ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വായ്പുണ്ണ്. അപ്പൊ വായ്പുണ്ണ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. വായിൽ പുണ്ണ് വരിക എന്ന് പറയൂലേ, അത്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ജീവകം ബി എന്ന് പറയുന്നത്. അപ്പൊ ധാന്യങ്ങളും പ്രോട്ടീനും ഒക്കെ നമ്മുടെ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്? ജീവകം ബി. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകവും ജീവകം ബി ആണ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളെ നിർമ്മിക്കുന്നതും പിന്നെ നമ്മുടെ ത്വക്ക്, നമ്മുടെ തൊലി, സ്കിന്ന്, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം എന്താണ്? ജീവകം ബി ആണ്. അപ്പൊ ജീവകം ബി ഇല്ലെങ്കിൽ നമുക്ക് തൊലിക്കട്ടി ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ജീവകം ബി ഇല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളും ഉണ്ടാവില്ല, അതുപോലെ തൊലിക്കട്ടി ഉണ്ടാവില്ല. നിങ്ങളൊരു രഹസ്യത്തിൽ അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കുക. അതായത് ത്വക്കിന്റെ ആരോഗ്യം എന്നാണ് അങ്ങോട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ജീവകം B1 അപര്യാപ്തത രോഗം. അതായത് ഈ ജീവകം B1 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ബെറിബെറി, ഐക്കാൺ ഡിസീസ് എന്നാണ് ഇംഗ്ലീഷ് ലൈന് പറയുന്നത് കേട്ടോ. അപ്പൊ ജീവകം B1 അപര്യാപ്തത രോഗം ഏതാണ്? ബെറിബെറി, ഐക്കാൺ ഡിസീസ്. ഈ ബെറിബെറി സിമ്പിൾ ആണ്, അതുകൊണ്ട് തന്നെ ബെറിബെറി ചോദിക്കൂല. ഒരു പരിധി വരെ ചോദിക്കലില്ല, ബെറിബെറി സിമ്പിൾ ആയതുകൊണ്ട്.
എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ജീവകം B1-ന്റെ അതിന്റെ പേരിന്റെ പ്രത്യേകത കൊണ്ടും ഓർത്തു വെക്കാൻ എളുപ്പമുള്ളത് കൊണ്ടും അത് ചോദിക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും പഠിക്കണം. എപ്പോഴെങ്കിലും നമ്മുടെ ഏതാണ് ഐ കാണ്ട് ഡിസീസ്. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകം ഏതാണ്? ജീവകം B2. ഇനിയാണ് നമ്മൾ പല ജീവകങ്ങളിലേക്ക് കിടക്കുന്നത്. B1-ന്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് B2-ലേക്ക് കിടക്കാം. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകമാണ് ജീവകം B2. ഇപ്പൊ നമ്മള് സൊസൈറ്റിയിൽ നിന്നൊക്കെ മേടിക്കുന്ന പാല് അല്ലെങ്കിൽ പശുവിനെ കറന്നെടുക്കുന്ന സമയത്ത് കിട്ടുന്ന പാല് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അത് പ്യൂർ വൈറ്റ് ആയിരിക്കൂല. അതിൽ ഒരു ചെറിയൊരു മഞ്ഞ കളറുന്ന ഒരു വൈറ്റിഷ് കളർ ആയിരിക്കും. അപ്പൊ ആ ഒരു മഞ്ഞ നിറം നൽകുന്നത് എന്താണ്? ജീവകം B2 ആണ്. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകമാണ് ജീവകം B2. ഫോർ എക്സാമ്പിൾ തൈരൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തൈരിന്റെ സൈഡിൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും, ഇങ്ങനെ കാണുമല്ലോ ഒരു മഞ്ഞ കളർ. അതിനൊക്കെ കാരണം എന്താണ്? ജീവകം B2 ആണ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകവും ഏതാണ്? ജീവകം B2 ആണ്. അപ്പൊ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഈ ജീവകം B2 എന്താണ്? നശിച്ചു പോകും. ഇപ്പൊ നമ്മൾ പാല് കൊണ്ടുപോയിട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാല് എന്താ സംഭവിക്കുക? ഈ ജീവകം B2 നശിച്ചു പോകും. ഇനി അടുത്ത ജീവകം ജീവകം B3-യുടെ അപര്യാപ്തത രോഗം എന്താണ്? അപര്യാപ്തത രോഗം എന്താണ്? പെലഗ്ര. പ്രകാശമേൽക്കുന്ന ഭാഗത്ത് ത്വക്ക് പരുക്കനാകുന്ന അവസ്ഥയാണ് പെലഗ്ര എന്ന് പറയുന്നത്. അതായത് പ്രകാശമേൽക്കുന്ന ഭാഗത്ത്, സൂര്യപ്രകാശമൊക്കെ ഏൽക്കുന്ന ഭാഗത്ത് ത്വക്ക് പരുക്കനാവുക, ആ ഒരു അവസ്ഥയാണ് പെലഗ്ര എന്ന് പറയുന്നത്. ഈ പെലഗ്ര ഉണ്ടാവാൻ കാരണം എന്താണ്? B3-യുടെ അപര്യാപ്തത മൂലമാണ്. ജീവകം B3-യുടെ അപര്യാപ്തത മൂലമാണ്, കുറവ് മൂലമാണ് എന്ത്? പെലഗ്ര എന്ന് പറയുന്ന രോഗം ഉണ്ടാവാൻ കാരണം. വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന ജീവകം തന്നെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ജീവിതം നായി പോയതാണ്. വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം B2. B2 എന്നാണ്. B2 ആണ് വൈറ്റമിൻ G. വൈറ്റമിൻ G ഫോർ ജീനിയസ്, അങ്ങനെ വേണമെങ്കിൽ G ഫോർ ജീനിയസ് ഏതാണ്? B2 ആണ്. അങ്ങനെ G ഫോർ ജീനിയസ്, അത് വൈറ്റമിൻ G ഫോർ B2. അങ്ങനെ അങ്ങോട്ട് ഒരു ഇതില് സിമ്പിൾ ആയിട്ട് ക്യാപ്സ്യൂൾ മോഡലിൽ ഒന്ന് പഠിച്ചു നോക്കുക. അപ്പം വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന ജീവകം ജീവകം B2. ജീവകം B2 ആണ് വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന ജീവകം. ജീവകം H എന്നറിയപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? ജീവകം B7. അപ്പൊ ജീവകം H ഏതാണ്? ജീവകം B7 ആണ്. ജീവകം B7. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം ഏതാണ്? ജീവകം H ആണ് കേട്ടോ. ഇനി അതായത് ജീവകം H എന്താണ്? ജീവകം B7 ആണ് കേട്ടോ. അതായത് ജീവകം H എന്നറിയപ്പെടുന്ന വിറ്റമിൻ ജീവകം B7 ആണ്. അത് മനസ്സിലാക്കുക കേട്ടോ. അതായത് വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം B2 ആണ്. ജീവകം H എന്നറിയപ്പെടുന്നത് ജീവകം B7 ആണ്. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നത് ജീവകം H ആണ്, അതായത് ജീവകം B7 ആണ്. ജീവകം B6-ന്റെ അപര്യാപ്തത രോഗം. ഇനി ജീവകം B6 കാരണം ഉണ്ടാവുന്ന രോഗം ഏതാണ്? മൈക്രോസൈറ്റിക് അനീമിയ. ഒറ്റ പേരാണ് കേട്ടോ. ജീവകം B6-ന്റെ അപര്യാപ്തത രോഗം ഏതാണ്? മൈക്രോസൈറ്റിക് അനീമിയ. മൈക്രോസൈറ്റിക് അനീമിയ ആണ് ജീവകം B6-ന്റെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം B9 ആണ്. രക്തകോശങ്ങളുടെ, അതായത് നമ്മുടെ ശരീരത്തിലെ രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം B9 ആണ് കേട്ടോ. ജീവകം B9-ന്റെ അപര്യാപ്തത രോഗം ഏതാണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. മെഗലോബ്ലാസ്റ്റിക് അനീമിയ ആണ് ജീവകം B9-ന്റെ അപര്യാപ്തത രോഗം. ജീവകം B6-ന്റെ ഏതാണ്? മൈക്രോസൈറ്റിക് അനീമിയ ആണ് കേട്ടോ. ജീവകം B9 ആണ് എന്താണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. മാറിപ്പോരുത്, രണ്ടിന്റെയും പേര് ഒരു ബ്ലാസ്റ്റിൽ നിൽക്കുന്നത് കൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അതായത് ജീവകം B6 ആണെങ്കിൽ എന്താ? മൈക്രോസൈറ്റിക് ആണ്. ജീവകം B9 എന്താ? മെഗലോബ്ലാസ്റ്റിക് അനീമിയ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ജീവകം B12. അപ്പൊ നമുക്ക് ഈ പെയ്യുന്ന മഴവെള്ളത്തിൽ എന്ത്? ജീവകം B12 ഉണ്ട് എന്നാണ് പറയുന്നത്. കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിൻ ഏതാണ്? ജീവകം B12 ആണ്. അപ്പം ജീവകം B12-ലാണ് കൊബാൾട്ട് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്നതും കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിനും ഏതാണ്? ജീവകം B12 ആണ്. ജീവകം B12-ന്റെ അപര്യാപ്തത രോഗം ഏതാണ്? പെർനീഷ്യസ് അനീമിയ.
പെർണീഷ്യസ് അനീമിയാണ് ജീവകം B12 അപര്യാപ്തത മൂലം ഉണ്ടാവുന്നത്. അപ്പൊ 3 തരത്തിലുള്ള അനീമിയകളുണ്ട്. ഏതൊക്കെ 3 തരത്തിലുള്ള അനീമിയ? ഒന്ന് B6 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. B9 ആണെങ്കിലോ മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B12 ആണെങ്കിലോ പെർണീഷ്യസ് അനീമിയ. ജീവകം ബി എന്താണ് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതാ? മുട്ട, പാല്, ചേമ്പില, ധാന്യങ്ങളുടെ തവിട്. അപ്പൊ മുട്ട, പാല്, ചേമ്പില, ധാന്യങ്ങളുടെ തവിട് ഒക്കെയാണ് എന്താ ജീവകം ബിയിൽ നിന്ന് ലഭിക്കുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ മിക്ക വിറ്റമിൻസിലും എന്താണ് ഈ പാല് എന്ന് പറയുന്ന സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ പാല് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിന് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് നമ്മൾ ഇപ്പൊ പഠിച്ച മിക്ക വിറ്റമിൻസിലും പാല് ഉണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പാല്, നിങ്ങൾ പാല് മാക്സിമം ചായ ആയിട്ടോ ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആയിട്ട് കുടിച്ചോ, പക്ഷെ ഒരു ദിവസം പാൽ ഉള്ളിൽ ചെല്ലാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കാം. അപ്പൊ ജീവകം ബി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതാണ്? മുട്ട, പാല്, ചേമ്പില, ധാന്യങ്ങളുടെ തവിട്, ഇവയൊക്കെയാണ് കേട്ടോ. ഇനി ജീവകം ശാസ്ത്രീയ നാമം. ഓരോ ജീവകത്തിന്റെയും ശാസ്ത്രീയ നാമങ്ങളാണ് കേട്ടോ. ഈ ബി കാറ്റഗറിയിലുള്ള ജീവകങ്ങളുടെ ശാസ്ത്രീയ നാമമാണ്. B1 എന്താണ്? തയാമിൻ. B1 ശാസ്ത്രീയ നാമമാണ് തയാമിൻ. B2 റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ജി എന്ന് പറയും. B2 ആണെങ്കിൽ എന്താണ്? റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ജി. B1 ആണെങ്കിൽ തയാമിൻ, B2 ആണെങ്കിൽ റൈബോഫ്ലാവിൻ അതല്ലെങ്കിൽ എന്താ? വൈറ്റമിൻ ജി. B3 ആണെങ്കിലോ നിയാസിൻ. B5 ആണെങ്കിൽ പാത്തോതെനിക് ആസിഡ്. B6 പിരിഡോക്സിൻ. B7 ബയോട്ടിൻ അതല്ലെങ്കിൽ വൈറ്റമിൻ എച്ച്. B9 ഫോളിക് ആസിഡ്. B12 സൈനോകൊബാലമിൻ. അപ്പം ഒന്നുകൂടി പറയാം. B3 ആണെങ്കിൽ നിയാസിൻ, B5 ആണെങ്കിൽ പാത്തോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ എച്ച്, B9 ഫോളിക് ആസിഡ്, B12 സൈനോകൊബാലമിൻ. അപ്പൊ B1 ഏതാണ്? തയാമിൻ. B2 റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ജി. B3 നിയാസിൻ. B5 പാത്തോതെനിക് ആസിഡ്. B6 പിരിഡോക്സിൻ. B7 ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ എച്ച്. B9 ഫോളിക് ആസിഡ്. B12 സൈനോകൊബാലമിൻ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ ചില നമ്പേഴ്സ് ഇടയിൽ ഇല്ല കേട്ടോ. അപ്പൊ 1, 2, 3 പോയിട്ടുണ്ട്, അതായത് ഓർഡറിൽ പോയിട്ടുണ്ട്. പിന്നെ 4 ഇല്ല. പിന്നെ എങ്ങോട്ടാ കിടന്നത്? 5ലേക്കാണ്. പിന്നെ ഒരു സീക്വൻസിൽ പോകുന്നുണ്ട് 5, 6, 7. പക്ഷെ 8 ഇല്ല. പിന്നെ ഇതിലേക്കാണ് പോകുന്നത്? 9ലേക്കാണ് പോയത്. 10ഉം 11ഉം ഇല്ല. പിന്നെ 12ലേക്കാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സീക്വൻസ് പഠിക്കുന്ന സമയത്ത് അതായത് സീക്വൻസ് ആക്കി പഠിച്ചിട്ട് അതിന്റെ നേരെ എന്താണ് ഇതിന്റെ ഓരോന്നിന്റെയും ശാസ്ത്രീയ നാമങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് തറവായിട്ട് ഓർത്തു വെക്കാൻ സാധിക്കും. അപ്പൊ ഒന്നും കൂടി ഞാനൊന്ന് പറയട്ടെ ഏതൊക്കെയാണെന്നുള്ളത്. B1 ആണെങ്കിൽ തയാമിൻ, B2 റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ജി, B3 നിയാസിൻ, B5 പാത്തോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ എച്ച്, B9 ഫോളിക് ആസിഡ്, B12 സൈനോകബാലമിൻ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി വിറ്റമിൻ സി. എന്താണ് വിറ്റമിൻ സി? ഈ വിറ്റമിൻ സിയും വിറ്റമിൻ ഇയും പലവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലുണ്ട്. കാരണം ഒന്ന് സി ഒന്ന് ഇ ഒരു ഇ ചൊവ്വയുള്ളത് കൊണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണേ. പാല്, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം ഏതാണ്? ജീവകം സി ആണ്. അപ്പൊ പാലിൽ നിന്നും മുട്ടയിൽ നിന്നും നമുക്ക് ജീവകം സി ലഭിക്കില്ല. ജീവകം സിയുടെ ശാസ്ത്രീയ നാമം ഏതാണ്? അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ് എന്നാണ് ജീവകം സിയുടെ ശാസ്ത്രീയ നാമം അറിയപ്പെടുന്നത്. പാല്, മുട്ടയിൽ ഇല്ല ജീവകം സി. മാത്രമല്ല ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. ജീവകം സി ധാരാളമായി കാണപ്പെടുന്നത് ഏതാണ്? പുളിരുചിയുള്ള പഴങ്ങളിൽ. പുളിരുചിയുള്ള പഴങ്ങളിലാണ് ജീവകം സി ധാരാളമായി കാണപ്പെടുന്നത്. അപ്പൊ പുളി കഴിച്ചാൽ എന്താണ് അതിൽ ജീവകം സി ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക കേട്ടോ. അത് പുളിരുചിയുള്ള പഴങ്ങളിൽ കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകവും ഏതാണ്? ജീവകം സി ആണ്. അപ്പൊ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്ത് കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യ ജീവകവും ഏതാണ്? ജീവകം സി ആണ്. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സി ആണ്. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകവും ജീവകം സി ആണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകവും ഏതാണ്? ജീവകം സി ആണ്. അതായത് നമ്മളെ ചെറുപ്പക്കാരായിട്ട് നിർത്താൻ സഹായിക്കുന്നത് ആരാണ്? ജീവകം സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകവും ഏതാണ്? ജീവകം സി ആണ്. അപ്പൊ നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ജീവകം സി ഒഴുകി പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകവും ജീവകം സി ആണ്.
ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകവും ജീവകം സി. അത് പറഞ്ഞല്ലോ അല്ലെ, യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകമാണ് സി. അപ്പൊ അതുകൊണ്ട് തന്നെ ത്വക്കിന്റെയും മോണ പിന്നെ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകവും ജീവകം സി ആണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, പിന്നെ ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? ജീവകം സി ആണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നും ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നെല്ലാം അറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സി ആണ്. അപ്പോൾ ജീവകം സിയുടെ പ്രത്യേകതകളാണ് ഈ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് എ മിനിറ്റ്. അത് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ചും കൂടി ഉണ്ട് ജീവകം സി. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗീരണം ഉത്തേജിപ്പിക്കുന്ന ജീവകവും ജീവകം സി ആണ്. അത് ശരീരത്തിൽ നമ്മൾ ഇരുമ്പിന്റെ ആഗീരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം സി ആണ്. ജീവകം സിയുടെ അപര്യാപ്തത രോഗം ഏതാണ്? സ്കർവി. സ്കർവി എന്നാണ് എന്താണ് ജീവകം സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗവും ഏതാണ്? സ്കർവി. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കലുണ്ട് കേട്ടോ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്കർവി ആണ്. മുറിവ് ഉണക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം സി ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയാൽ ജീവകം സി ഉള്ളത് കൊണ്ടാണ് ആ മുറിവ് ഉണങ്ങുന്നത്. ജീവകം സി ലഭിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കൾ ഏതാണ്? പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില. ഇതിൽ നിന്നൊക്കെയാണ് എന്ത് ജീവകം സി പ്രധാനമായിട്ടും ലഭിക്കുന്നത്. പഴങ്ങൾ എന്ന് പറയുമ്പോൾ പുളിരുചിയുള്ള പഴങ്ങൾ കേട്ടോ. അപ്പോ ജീവകം സി ലഭിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില. അപ്പൊ ഇതൊക്കെയാണ് ജീവകം സിയെ പറ്റിയിട്ടുള്ള പ്രധാന പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി പ്രധാന അപര്യാപ്തത രോഗങ്ങൾ. പ്രധാന അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഓരോ വിറ്റമിൻസിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗങ്ങളെ. ജീവകം A1 മാലക്കണ്ണ്, അതായത് നമ്മൾ നേരത്തെ പഠിച്ച നിശാന്തത. ജീവകം A1-ൽ നിന്നിട്ട് എന്താണ് കിട്ടുന്നത്? ഏത് രോഗമാണ് അതിന്റെ കുറവ് മൂലം ഉണ്ടാവുന്നത്? മാലക്കണ്ണ് അല്ലെങ്കിൽ നിശാന്തത. A2-ൽ നിന്നിട്ടോ സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ ആണ് A2-ൽ നിന്നിട്ട് ലഭിക്കുന്നത്. അപ്പൊ ജീവകം എക്കും A1 കാറ്റഗറിയും A2 കാറ്റഗറിയും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ജീവകം A1-ൽ മാലക്കണ്ണ്, ജീവകം A2-ൽ സിറോഫ്താൽമിയ, ജീവകം B1-ൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബെറിബെറി, B3-ൽ എന്താ? പെലഗ്ര, B9-ലോ മെഗലോബ്ലാസ്റ്റിക് അനീമിയ, B12-ലാണെങ്കിൽ പെർനീഷ്യസ് അനീമിയ, ജീവകം സിയിലാണെങ്കിൽ സ്കർവി, ജീവകം ഡി റിക്കറ്റ്സ് അതായത് കണ, ജീവകം ഇ വന്ധ്യത, ജീവകം കെ ഹീമോഫീലിയ. പിന്നെ ഹീമോഫീലിയ ദിനം എന്നാണ്? ഏപ്രിൽ 17. മാംസ്യത്തിൽ നിന്നിട്ടാണെങ്കിലോ എന്താണ്? ക്വാഷിയോർക്കർ അല്ലെങ്കിൽ മാരാസ്മസ് എന്ന് പറയും. ഹീമോഗ്ലോബിൻ ആണെങ്കിൽ അനീമിയ. ഇരുമ്പാണെങ്കിൽ ഇരുമ്പും അനീമിയാണ്. ഇതിന്റെയൊക്കെ കുറവ് മൂലം കേട്ടോ. അപ്പം എന്തൊക്കെയാണ് പ്രധാന അപര്യാപ്തത രോഗങ്ങൾ ഓരോന്നിന്റെ കുറവ് മൂലം ഉണ്ടാവുന്നത്? ജീവകം A1 ആണെങ്കിൽ മാലക്കണ്ണ്, നിശാന്തത, A2 ആണെങ്കിൽ സിറോഫ്താൽമിയ, B1 ആണെങ്കിൽ ബെറിബെറി, B3 ആണെങ്കിൽ പെലഗ്ര, B9 ആണെങ്കിൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയ, B12 പെർനീഷ്യസ് അനീമിയ, ജീവകം സി സ്കർവി, ജീവകം ഡി റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ, ജീവകം ഇ വന്ധ്യത, ജീവകം കെ ഹീമോഫീലിയ, മാംസ്യം ക്വാഷിയോർക്കർ അല്ലെങ്കിൽ മരാസ്മസ്, ഹീമോഗ്ലോബിൻ അനീമിയ, ഇരുമ്പും അനീമിയാണ് കേട്ടോ. അപ്പോ അത് ആ ഒരു പാർട്ട് തീർന്നു. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്, ശ്രദ്ധിച്ചില്ലായിരുന്നു. മെലാനിന്റെ കുറവ് മൂലം വെള്ളപ്പാണ്ടാണ് ഉണ്ടാവുന്നത് കേട്ടോ. ആൽബനിസം എന്ന് പറയും. അത് നിങ്ങൾ ഈ വെള്ളപ്പാണ്ട് പിടിച്ചവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? അതാണ് ശരീരത്ത് മുഴുവൻ വെള്ള കളറ്. അവരുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ ശരീരത്തിന് വർണ്ണം നൽകുന്ന വസ്തുവാണ് എന്ത്? മെലാനിൻ എന്ന് പറയുന്നത്. ഈ മെലാനിൻ എന്ന് പറയുന്ന ഈ സംഭവം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതായി തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ വെള്ളപ്പാണ്ട് എന്ന് പറയുന്ന രോഗം കിട്ടുന്നത്. പലർക്കും തെറ്റായ ഒരു ധാരണയുണ്ട്. അത് മേക്കപ്പ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നിറം കൂട്ടാൻ പല മെഡിസിൻസും
വെക്കുന്നത് കൊണ്ടാണ് അതൊക്കെ ഉണ്ടായത്. ഒരിക്കലുമല്ല. അതുണ്ടാവാൻ കാരണം നമ്മുടെ ശരീരം നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ശരീരത്തിന് കൺഫ്യൂഷൻ വരികയാണ്. അതാണ് മെലാനിൻ ഉൽപ്പാദിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ, അതായത് നമ്മുടെ മെലാനിനൊരു മാനസിക പ്രശ്നം ഉണ്ടാവുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ മെലാനിനെ സംബന്ധിച്ചിടത്തോളം മെന്റൽ പ്രോബ്ലം അതിന് ഉണ്ടായിരുന്നതിന് കാരണമാണ് നമുക്ക് ഈ വെള്ളപ്പാണ്ട് വരുന്നത്. കാരണം അതിന് കൺഫ്യൂഷൻ വരികയാണ്. ഇതിപ്പോ എന്താണ് അത് ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മെനാലിൽ നിൽക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ഈ വെള്ളപ്പാണ്ട് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു. അത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാവാം, എപ്പോ വേണമെങ്കിലും ഉണ്ടാകാം. ഉണ്ടാവാത്തത് എന്താണ് അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഒരു എന്താണ് പ്രക്രിയയാണ്. അല്ലാതെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതുകൊണ്ടോ അങ്ങനെ ഇങ്ങനെ ഒന്നും ഉണ്ടാവുന്നത്, മെലാനിനെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടോ ഒന്നും അല്ല അത് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കരിമ്പുലി എന്ന് പറയുന്ന സംഭവമില്ലേ, കരിമ്പുലി, കറുത്ത പുലി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? കറുത്ത പുലി എന്ന് പറഞ്ഞ വർഗം യഥാർത്ഥത്തിൽ ഇല്ല. അതായത് കരിമ്പുലി എന്ന് പറയുന്ന വർഗം സത്യം പറഞ്ഞാൽ ഇല്ല. പക്ഷെ എന്താണെന്നറിയോ, ഈ പുലിയുടെ ദേഹത്ത് ഇതേപോലെ തന്നെ ഏതൊരു ജന്തുക്കളുടെ ദേഹത്താണെങ്കിലും ഈ മെലാനിൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഈ കരിമ്പുലിയുടെ ദേഹത്ത് ഈ മെലാനിന്റെ, കരിമ്പുലി അല്ല പുലിയുടെ ദേഹത്ത് ഈ മെലാനിന്റെ അംശം ഇല്ലാത്തത് കൊണ്ടാണ് എന്താ ഈ കരിമ്പുലി ആയിട്ട് മാറുന്നത്. അത് കറുത്ത പുലി ആയിട്ടുള്ളത്. അല്ലാതെ യഥാർത്ഥത്തിൽ കരിമ്പുലി എന്ന് പറയുന്ന ഒരു വംശമേ ഇല്ല. അതായത് കറുപ്പോട് കൂടിയിട്ട് ഒരു പുലി ജനിക്കുന്നില്ല. അതെന്താണ്, ചിലപ്പോൾ ജനിക്കുന്ന സമയത്ത് തന്നെ അതിന് മെലാനിൻ ഉണ്ടാകൂല. അതല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ അതിന്റെ നിറങ്ങള് മങ്ങി തുടങ്ങുന്നതായിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കുക. മെലാനിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്നത് എന്താണ്? വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ ആൽബനിസം എന്ന് പറയും. സെമാറ്റോഗ്രാഫിൻ എന്ന് പറയുന്നത് അതിന്റെ കുറവ് മൂലം വാമനത്വം, അതായത് എനിക്ക് തോന്നുന്നത് ഈ പിള്ളേരാവൂലേ, അത് ഈ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ടാണ്. ഇൻസുലിൻ ഡയബറ്റിക് മെലിറ്റസ്, പിന്നെ വാസോപ്രസിൻ ഡയബറ്റിക് ഇൻസിപ്പിഡസ്, തൈറോക്സിൻ ഗോയിറ്റർ, അയോഡിൻ ഗോയിറ്റർ. അപ്പൊ മെലാനിൻ വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ ആൽബനിസം, സെമാറ്റോട്രോപ്പിൻ വാമനത്വം, ഇൻസുലിൻ ഡയബറ്റിക് മെലിറ്റസ്. അപ്പൊ ഈ ഷുഗർ കൂടിയവർ ഇൻസുലിൻ കുത്തിവെക്കുന്നത് എന്ന് പറയുമല്ലോ, എന്താണ് അവരുടെ ശരീരത്തെ ഇൻസുലിന്റെ കുറവ്, ഈ ഡയബറ്റിക് മെലിറ്റസ് ബാധിക്കുന്നത് കൊണ്ട് ഇൻസുലിന്റെ കുറവ് ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇൻസുലിൻ എടുക്കുന്നത്. അതായത് ഷുഗർ, അതീവ ഷുഗർ ഉള്ളവരൊക്കെ. വാസോപ്രസിൻ ഡയബറ്റിക് ഇൻസിപ്പിഡസ്, തൈറോക്സിൻ ഗോയിറ്റർ, അയോഡിൻ ഗോയിറ്റർ. ഇനി പയേറിയ ബാധിക്കുന്ന അവയവം ഏതാണ്? മോണ. പയേറിയ എന്ന് പറയുന്ന രോഗം ബാധിക്കുന്നത് എവിടെയാണ്? നമ്മുടെ മോണയിലാണ്. മോണയ്ക്ക് ബാധിക്കുന്നത്, പല്ലിന്റെ മോണയ്ക്ക് ബാധിക്കുന്ന രോഗം ഏതാണ്? പയേറിയ. പെലഗ്ര ബാധിക്കുന്ന അവയവം ത്വക്ക്. പെലഗ്ര നമ്മുടെ ത്വക്കിനാണ്, സ്കിന്നിനെ ബാധിക്കുന്നത് ഏതാണ്? പെലഗ്രയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജയ്പൂരിലാണ് കേട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജയ്പൂരിലാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയോ ന്യൂഡൽഹിയിലാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ പയേറിയ ബാധിക്കുന്ന അവയവം മോണ, പെലഗ്ര ബാധിക്കുന്ന അവയവം ത്വക്ക്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരിലാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇനി പോഷകേന്തര ഘടകങ്ങൾ കേട്ടോ. ജലമാണ്, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ചില പോഷക ഘടകങ്ങളുടെ ഡീറ്റെയിൽസ് ആണ്. ജലം ആദ്യമായിട്ട്, മനുഷ്യ ശരീരത്തിൽ ജലത്തിന്റെ അളവ് എത്രയാണ്? 65%. ഇപ്പൊ 100% മൊത്തത്തിൽ നമ്മുടെ ശരീരം എടുക്കുകയാണെങ്കിൽ അതിൽ 65% നമ്മുടെ ശരീരത്തിൽ ജലമാണ്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവ് എന്ന് പറയുന്നത് 65%. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വെള്ളം ധാരാളമായിട്ട് കുടിക്കണം എന്ന് പറയുന്നത്. സർവത്രിക ലായകം ഏതാണ്? ജലമാണ്. സർവത്രിക ലായകം എന്നറിയപ്പെടുന്നത് ജലമാണ്. നമ്മുടെ ശരീരത്തിലെ 2/3 ഭാഗം എന്താണ്? വെള്ളമാണ്. അതായത് ജലമാണ്. നമ്മുടെ ശരീരത്തിലെ 2/3 ഭാഗവും ജലമാണെന്ന് മനസ്സിലാക്കാം. തലച്ചോറിലെ ജലത്തിന്റെ അളവ് 85%. അപ്പൊ തലച്ചോറിലെ ജലത്തിന്റെ അളവ് 85%. രക്തത്തിലെ ജലത്തിന്റെ അളവ് 90%. എല്ലുകളിലെ ജലത്തിന്റെ അളവ് കുറച്ച് കുറവാണ്, 25% ഉള്ളൂ. പക്ഷെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, തലച്ചോറിലും രക്തത്തിലും എത്രത്തോളമാണ് ജലത്തിന്റെ അളവുള്ളത്? തലച്ചോറിൽ 85%, രക്തത്തിലെ ജലം 90% ഉണ്ട്.
എല്ലുകളിലാണെങ്കിൽ 25%-ഓളമേ ഉള്ളൂ. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ അളവാണ് 65%. സർവത്രികദായകം എന്ന് പറയുന്നത് ജലമാണ്. നമ്മുടെ ശരീരത്തിന്റെ 2/3 എന്താണ്? ജലമാണ്. തലച്ചോറിലെ ജലത്തിന്റെ അളവ് 85%, രക്തത്തിലെ ജലത്തിന്റെ അളവ് 90%, എല്ലുകളിലെ ജലത്തിന്റെ അളവ് എത്രയാ? 25%. സോറി. ജലത്തെ ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ഏതാണ്? വൻകുടൽ. അപ്പൊ വൻകുടലിലാണ് വൻകുടലിലാണ് ജലത്തെ ആഗിരണം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ജലത്തെ ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം നമുക്ക് ചെറുകുടലും വൻകുടലും ഉണ്ട്. അപ്പൊ വൻകുടലാണ് ജലത്തെ ആഗിരണം ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം ഏതാണ്? ജലം. അപ്പൊ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? ജലമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം ജലമാണ്. അത് കൺഫ്യൂഷൻ പറഞ്ഞ് ബ്ലഡ് ഒക്കെ തരൂ കേട്ടോ, പക്ഷെ ബ്ലഡ് ഒന്നും അല്ല, ജലമാണ് കേട്ടോ. സർവത്രിക ലായകം, നീലസ്വർണം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതാണ്? ജലമാണ് കേട്ടോ. സർവത്രിക ലായകം എന്നും നീലസ്വർണം എന്ന പേരുകളിലും അറിയപ്പെടുന്നത് ജലമാണ്. അടുത്തത് നാരുകള്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണെന്ത്? നാരുകൾ എന്ന് പറയുന്നത്. നമുക്ക് സസ്യങ്ങളിൽ നിന്നിട്ടാണ് ഈ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നത്. പക്ഷെ ഇതെന്താ? ദഹിക്കൂല. അപ്പൊ അങ്ങനെ ഉള്ള ഇതിനെയാണ് നാരുകൾ എന്ന് പറയുന്നത്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് നാരുകൾ. നാരുകൾ പ്രധാനമായി നിർമ്മിച്ചിരിക്കുന്ന വസ്തു ഏതാണ്? സെല്ലുലോസിലാണ് നാരുകൾ പ്രധാനമായി നിർമ്മിച്ചിരിക്കുന്നത്. നാരുകൾ പ്രധാനമായി നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കൾ ഏതാണ്? സെല്ലുലോസ്. നാരുകളുടെ കലവറയായ ഭക്ഷ്യവസ്തുക്കൾക്ക് ഉദാഹരണം ഏതാണ്? ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ്. ഇതൊക്കെ എന്താണ്? നാരുകളുടെ കലവറയായ ഭക്ഷ്യവസ്തുക്കൾക്ക് ഉദാഹരണമാണ്. അപ്പം എന്താണ്, എങ്ങനെയാണ്? സസ്യാഹാരത്തിലൂടെ ലഭിക്കാത്തതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നാരുകളാണ്. നാരുകൾ പ്രധാനമായി നിർമ്മിച്ചിരിക്കുന്ന വസ്തു സെല്ലുലോസിലാണ്. നാരുകളുടെ കലവറയായ ഭക്ഷ്യവസ്തുക്കൾക്ക് ഉദാഹരണം ഏതാണ്? ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവയാണ്. അടുത്തത് പാല്. ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. ആരാണ് ധവള വിപ്ലവത്തിന്റെ പിതാവ്? ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നതും ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. വേറൊരു വർഗീസിനെ കൊടുക്കലുണ്ട് കേട്ടോ എപ്പോഴും. അപ്പൊ കൺഫ്യൂഷൻ വരുത്താൻ വേണ്ടിയിട്ട് ആണ് ആ സംഭവം ചെയ്യുന്നത്. അപ്പൊ വേറെ ഏതൊരു വർഗീസ് എന്തോ ഒരു കാര്യത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പാൽക്കാരൻ വർഗീസ് കുര്യൻ ആണ് എന്ന് മനസ്സിലുറപ്പിക്കുക കേട്ടോ. ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. ഇന്ത്യയുടെ പാൽക്കാരൻ ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്ന മാർഗം അറിയപ്പെടുന്നത് എന്താണ്? പാസ്ചറൈസേഷൻ ആണ് പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്ന മാർഗം അറിയപ്പെടുന്നത്. അത് ഈ മിൽമ പാക്കറ്റ് ഒക്കെ ഇല്ലേ, മിൽമ പാലിലൊക്കെ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ട്, പാസ്ചറൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പാല് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്ന മാർഗം അറിയപ്പെടുന്നത് ഏതാണ്? പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ ആവിഷ്കരിച്ചത് ലൂയി പാസ്ചർ ആണ്. അപ്പൊ ലൂയി പാസ്ചർ ആവിഷ്കരിച്ചത് കൊണ്ട് തന്നെയാണ് അതിനെ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ സെക്കൻഡ് നെയിമിലാണ് ഈ ഒരു സംഭവം അറിയപ്പെടുന്നത്. പാസ്ചറൈസേഷൻ ആവിഷ്കരിച്ചത് ആരാണ്? ലൂയി പാസ്ചർ ആണ്. പാലിന്റെ ശുദ്ധത അളക്കുന്ന ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ ആണ് പാലിന്റെ ശുദ്ധത അളക്കുന്ന ഉപകരണം. ഈ സൊസൈറ്റിയിലൊക്കെ ആ പാൽ അളന്നു കൊടുക്കുക നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് ഈ ലാക്ടോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിന് നമ്മുടെ പാലിന് ശുദ്ധത കുറവുണ്ടെങ്കിൽ, അതായത് കുടിക്കാൻ പറ്റാത്തതാണെങ്കിൽ ഈ ലാക്ടോമീറ്റർ അത് കാണിച്ചു തരും. അപ്പൊ പാലിന്റെ ശുദ്ധത അളക്കുന്ന ഉപകരണം ഏതാണ്? ലാക്ടോമീറ്റർ. പാലിൽ കാണുന്ന ബാക്ടീരിയ ഏതാണ്? ലാക്ടോബാസിലസ്. അതായത് പാലിൽ കാണുന്ന ബാക്ടീരിയ ലാക്ടോബാസിലസ് ആണ്. കാലിൽ കാണുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് ആണ് നമ്മുടെ കാലിൽ കാണുന്ന, കാലില്ലേ, അതേ കാലിൽ തന്നെ കേട്ടോ. കാലില് 1 സെക്കൻഡ്. .
സോറി എടാ, കാലിലല്ല പാലിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണിത്. ഞാനും വിചാരിച്ചു കാലില് മാത്രമായിട്ട് എങ്ങനെയല്ല ഇത് കാണുക, ലാക്റ്റിക് ആസിഡ് കാണുക എന്ന് വിചാരിച്ചു. ഇത് പാലില് കാണുന്ന ആസിഡ് ആണ് കേട്ടോ, പാലാണ് പാല്. ഞാനിത് മിസ്റ്റേക്ക് തിരുത്തിയിട്ട് എന്തായാലും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഡോണ്ട് വെറി, ഞാൻ അതെന്തായാലും അയച്ചിരിക്കും. പാലിൽ കാണുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏതാണ്? കോസിൻ. കോസിൻ ആണ് പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം എന്ന് പറയുന്നത്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ലാക്ടോസ്. ലാക്ടോസ് ആണ് പാലിൽ അടങ്ങിയിട്ടിരിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നത്. അപ്പൊ പാലിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര ഏതാണ്? ലാക്ടോസ്. പാലിൽ ഇല്ലാത്ത വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. പാലിൽ ഇല്ലാത്ത വൈറ്റമിൻ സി ആണ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാന. അപ്പൊ ഹരിയാനയാണ് നമ്മുടെ ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ പാൽത്തൊട്ടി ഏതാണ്? ഹരിയാന. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന നഗരത്തിലാണ് കേട്ടോ. നഗരത്തിലല്ല, ഒരു ഇടത്താണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ആനന്ദിലാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, ആനന്ദ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതോ? ഹരിയാനയിലെ കർണാലിലാണ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ കർണാലിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആട്ടിൻപാല്, എരുമപ്പാല് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയിലാണ്, അതായത് നമ്മുടെ സ്വന്തം രാജ്യത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആട്ടിൻപാലും എരുമപ്പാലും ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ആട്ടിൻപാലും എരുമപ്പാലും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്കയാണ്. നിങ്ങൾ എരുമയും പശുവും ഒക്കെ രണ്ടാണ് കേട്ടോ. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ആട്ടിൻപാല്, എരുമപ്പാല് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്കയാണ്. ധാതു ലവണങ്ങൾ. അടുത്തത് ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണം, അതാണ് ഇരുമ്പ് ചെയ്യുന്നത്. ഇരുമ്പ് എന്താണ് ചെയ്യുന്നത്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണമാണ് ഇരുമ്പാൽ ഉണ്ടാവുന്നത് കേട്ടോ. നമുക്ക് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അയൺ ഗുളിക തരുമായിരുന്നില്ലേ? അത് എന്തിനു വേണ്ടിയിട്ടാ? ഈ ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാൽസ്യം അല്ലെങ്കിൽ ഫോസ്ഫറസ്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും എന്താണ്? കാൽസ്യം ഫോസ്ഫറസ് ആണ് ഉപയോഗിക്കുന്നത്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ഉപയോഗിക്കുന്നത് ഏതാണ്? കാൽസ്യം ഫോസ്ഫറസ് ആണ്. സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നു. ചിലവർക്ക് സോഡിയം കുറഞ്ഞു എന്നൊക്കെ നിങ്ങൾ കേൾക്കലില്ല. അതെന്താണ്? ഈ ശരീരത്തിൽ ആവശ്യമായ ജലം ഇല്ലാത്തത് കൊണ്ടാണ് സോഡിയം കുറയുന്നത്. അതുകൊണ്ടാണ് ഈ സോഡിയം കുറഞ്ഞവർക്ക് ഈ ഗ്ലൂക്കോസ് ഇടുന്നത്. അപ്പോ സോഡിയം എന്താ? ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നു. അയഡിൻ. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് വളർച്ചയ്ക്കും. അയഡിൻ എന്തിനാണ്? തൈറോയിഡ് ഗ്രന്ഥികളുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കുമാണ് അയഡിൻ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അയഡിൻ എന്ന് പറയുന്നത് ഉള്ളത്. ലോക ക്ഷീരദിനം എന്നാണ്? ജൂൺ 1. അപ്പൊ ജൂൺ 1-ാം തീയതിയാണ് ലോക ക്ഷീരദിനം, പാൽ ദിനം. ലോക ക്ഷീരദിനം എന്നാണ്? ജൂൺ 1-ന്. ദേശീയ ക്ഷീരദിനമാണെങ്കിലോ നവംബർ 26-ാം തീയതി. അപ്പോ ദേശീയ ക്ഷീരദിനം നവംബർ 26-ാം തീയതിയാണ്. അപ്പൊ ഇതാണ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. നിങ്ങൾ തറവായിട്ട് തന്നെ നോക്കുക. കാരണം ഈ വിറ്റമിൻസ് ഇടയ്ക്ക് നല്ല PSC ചോദിക്കലുണ്ട്. അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ പാറ്റ് വരുന്നതാണ് ഈ ഒരു സാധനം, ജീവകം ബി എന്ന് പറയുന്നത്. ജീവകം ബി തറവിൽ പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ജീവകം ഇയും ജീവകം സിയും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. അതായത് സി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. മാറിപ്പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് നല്ലതുപോലെ നോക്കാം. അപ്പൊ ജീവകം ബി ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം ഏതാണ്? അരിയുടെ തവിടാണ്. ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വായ്പുണ്ണുകളാണ്. അങ്ങനെ പക്ഷേ ഇത് സെപ്പറേറ്റഡ് ആയിട്ട് ഓരോന്നിന്റെയും അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. ജീവകം ശാസ്ത്രീയ നാമം B1 തയാമിൻ. സോറി, ഇത് ശാസ്ത്രീയ നാമമാണ്. പ്രധാന അപര്യാപ്തത രോഗം, പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട അപര്യാപ്തത രോഗങ്ങളാണ് ജീവകം A1 മാലക്കണ്ണ്, A2 സിറോഫ്താൽമിയ, B1 ബെറിബെറി, B3 പെലഗ്ര, B9 മെഗ്ലോബ്ലാസ്റ്റിക് അനീമിയ, ജീവകം B12 പെർനീഷ്യസ് അനീമിയ, ജീവകം C സ്കർബി, ജീവകം D റിക്ടെക്സ്, ജീവകം E വന്ധ്യത, ജീവകം K ഹീമോഫീലിയ, മാംസ്യം ക്വാഷിയോർക്കർ അല്ലെങ്കിൽ മരാസ്മസ്,
അനീമിയ, പിന്നെ ഹീമോഗ്ലോബിൻ അനീമിയ, ഇരുമ്പ് അനീമിയ, മെലാനിൻ വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ ആൽബിനിസം, സെമാറ്റോഗ്രാഫിൻ വാമനത്വം, ഇൻസുലിൻ ഡയബറ്റിക് മെലിൻഡസ്, വാസോപ്രസിൻ ഡയബറ്റിക് ഇൻസിപ്പിഡസ്, തൈറോക്സിനും അയോഡിനും ഞാൻ പറഞ്ഞു ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഉപകാരം എന്താണ്? ഓരോ ഭക്ഷ്യവസ്തുക്കളിലും അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, നമ്മുടെ ജീവിതത്തിലും പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയുന്നു. ഒരു പഠിക്കുന്നതിനപ്പുറം നമുക്ക് അങ്ങനെയും ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ ഇന്നത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഇതൊക്കെ തന്നെയുള്ളൂ. നല്ലതുപോലെ പഠിക്കുക. പിന്നെ ചെറിയ മിസ്റ്റേക്സ് വന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ തിരുത്തി അയക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഇരുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.